ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മുടെ വെക്കേഷൻ ആയിരുന്നല്ലോ ഈ ഒരു കഴിഞ്ഞ ആഴ്ച ഫുള്ളായിട്ട്. അപ്പോൾ ആ സമയത്ത് 1-2 ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആമിക്ക് ഇവിടെ നമ്മുടെ ചെന്നൈയിൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നവരാത്രിയുടെ വെക്കേഷൻ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് കിട്ടിയിട്ടുള്ള ലീവാണ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ സ്കൂളുകൾക്കും ഇവിടെ ലീവ് തന്നെയാണ്. ക്വാർട്ടർലി ലീവാണിത്. അങ്ങനെ ഒരു ഏകദേശം ഒരാഴ്ചയോളം ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മോളെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു രോഹിണി തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പുതുതായിട്ട് ഇതുപോലെ ഗെയിം സോണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് അവളെ കുറച്ചൊന്ന് ഗെയിംസൊക്കെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ സാധാരണ മറ്റേ മാളിലൊക്കെ പോയി കളിക്കുന്നതിൻ്റെ അത്രയും സ്റ്റാൻഡേർഡൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ഇതായിട്ടില്ല. പിന്നെ നമ്മൾ AR മൂവിയും കൂടെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് ടെറസിലേക്കൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആമിക്ക് വെക്കേഷൻ ആയ കാരണം കൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. സാധാരണ 6 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. അവൾക്ക് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ലഞ്ചും എല്ലാം ഒക്കെ ചെയ്യണമല്ലോ. ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എണീറ്റാൽ മതി. അതുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു 7-7:30 ആവും. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ ഒന്ന് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തെ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ്. വെയിൽ കാരണം കൊണ്ട് നമുക്കൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റിലുണ്ടായ ഒരു വ്യത്യാസം കാരണം കൊണ്ട് നമുക്ക് പുറത്ത് പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗാർഡനിൽ പുതിയ ചെടികളൊക്കെ ഒന്ന് വളർന്നിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് നോക്കി നിൽക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. മേലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ താഴേക്ക് പോകാനായിട്ട് വലിയ മടിയാണ് കേട്ടോ. പിന്നെയല്ലേ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് മറ്റൊരാളിൻ്റെ ജീവിതം കണ്ടിട്ട് അസൂയപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ, എന്തിനാണല്ലേ നമ്മളങ്ങനെ അസൂയപ്പെടുന്നത്? നമ്മുടെ ലൈഫിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നതെന്നൊന്നും ആർക്കും അറിയാനായിട്ട് പറ്റില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല വീടുണ്ട്, കാറുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, അവർ പുറത്തു പോകുന്നു, അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ചെറിയൊരു അസൂയ പോലെ തോന്നാറുണ്ടല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ? ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണത്. കാരണം അങ്ങനെ നമ്മൾ മറ്റൊരാളിൻ്റെ പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ട് അസൂയപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഞാൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും എല്ലാം സമ്മിശ്രം ആയിട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുന്നു, കറങ്ങുന്നു, നടക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യും, അവർക്കൊക്കെ ലൈഫിൽ ഒരു പ്രശ്നവും ഇല്ല, അവരൊക്കെ ഹാപ്പിയാണെന്ന്. പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ. ഇത്തരം ആളുകൾ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും, അതായത് പുറമേ സന്തോഷം നടിക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ളിൽ ഒരുപാട് വിങ്ങലുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളിൽ നിന്ന് അവരെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ആ ഒരു ദുഃഖം വരുമ്പോൾ എപ്പോഴും ദുഃഖിതരായിട്ട് ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളാണെങ്കിൽ അങ്ങനെയാണോ? നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടോ, അവർ ജീവിതത്തിൽ എല്ലാം നേടിയല്ലോ എന്നൊക്കെ ആലോചിച്ച് തല പുകഞ്ഞ് നമ്മളിങ്ങനെ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ നമ്മൾ അസൂയപ്പെട്ടത് കൊണ്ട് എന്ത് ഗുണമാണല്ലേ ഉള്ളത്? നമുക്ക് ദൈവം തന്നിട്ടുള്ള നല്ലൊരു ജീവിതം പോലും നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതല്ലാതെ വേറെ അതിൽ പരം മറ്റൊരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ കണ്ട് നമ്മൾ അസൂയപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല. എല്ലാ മനുഷ്യർക്കും ദുഃഖവും സുഖവും ഒക്കെ ഉണ്ടാവും. ഒരുപാട് ദുഃഖം വരുമ്പോൾ ഒരുപാട് കരയാതിരിക്കുകയും ഒരുപാട് സന്തോഷം വരുമ്പോൾ ഒത്തിരി സന്തോഷിക്കാതിരിക്കുകയും ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. നമ്മൾ ആ ഒരു പ്രസൻറ്റിൽ ജീവിച്ച് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് ഇന്നൊരു ദുഃഖം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് സന്തോഷം ഉണ്ടാവും. ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവും എന്ന് പറയില്ലേ. അതുപോലെ ഇന്ന് എനിക്കൊരു സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും എനിക്ക് ദുഃഖം വരും. അത് വരുന്ന സമയത്ത് നമ്മളതിനെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അതായത് നമ്മുടെ മനസ്സിനെ
നമ്മൾ അങ്ങനെ പാകപ്പെടുത്തി വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ജീവിതകാലം മുഴുവനും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ നമ്മുടെ ജീവിതം പാഴാക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാനായിട്ട് പറ്റില്ല. ഈ അസൂയ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിലല്ലേ പിന്നെ ഒരു കാരണവശാലും നമുക്ക് അതിൽ നിന്ന് മുക്തരാവാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണോ ദൈവം തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് എന്താണോ ദൈവം തന്നിട്ടുള്ളത്, അതിൽ ഞാൻ സംതൃപ്തനായി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് നമ്മുടെ ലൈഫ് ഒരിക്കലും കമ്പയർ ചെയ്ത് കേട്ടോ. നമുക്ക് ദൈവം എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിൽ നമ്മൾ സംതൃപ്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം മനോഹരമാക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇത്രയും ഫിലോസഫിയൊക്കെ പറയുന്നതിനിടയിൽ നമ്മളൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ മാസത്തിൽ ഒരു തവണ ഇതുപോലെ ഹസ്ബൻഡ് ഞങ്ങളെയും കൊണ്ട് കഴിക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾക്ക് ഫുഡൊക്കെ മേടിച്ച് തരും. ഇതുപോലെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് തരും. ഹെൽത്തിനൊന്നും അത്ര നല്ലതല്ല എന്നറിയാം, എന്നാലും നമ്മൾ വീട്ടമ്മമാർക്ക് ഇടയ്ക്കൊക്കെ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. സാംകോ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മുടെ ഇവിടെ, മുഖപ്പേർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു സർപ്രൈസായിട്ട് ഞങ്ങളെ ഹസ്ബൻഡ് കൊണ്ടുപോയതാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് ഹസ്ബൻഡിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ലോബ്സ്റ്റർ വാങ്ങിച്ച് കഴിക്കണമെന്നുള്ളത്. വലിയ കൊഞ്ചില്ലേ, അതാണ് ചെമ്മീനിൻ്റെ വലിയൊരു ഐറ്റം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ബിരിയാണിയാണ് കഴിച്ചത്, അതിനുശേഷം ലോബ്സ്റ്റർ കഴിച്ചു. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഈ ഹോട്ടലിലാണെങ്കിൽ അവർ തന്നെ നമുക്ക് സെർവ് ചെയ്ത് തരും. ഇല്ല നമുക്ക് ഇനിയിപ്പോൾ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അപ്പം നമ്മൾ അവരോട് പറഞ്ഞു എടുത്ത് തരാനായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലേറ്റുകളെല്ലാം നല്ല വെയിറ്റാണ് കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സെർവ് ചെയ്ത് കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി ടേബിളിൽ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ നമുക്ക് സെർവ് ചെയ്ത് തന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ശരിക്കും ഇറങ്ങുന്ന സമയത്താണ് ഇവിടുത്തെ ഫുൾ സംഭവം എല്ലാം കണ്ടത്. അപ്പോൾ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഇത് ഒരു അറേബ്യൻ സ്റ്റൈലിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും എക്സിറ്റ് ചെയ്യേണ്ട വഴി മാറിപ്പോയി. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് ഉള്ളിലോട്ട് ഒരുപാട് സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. ഇതൊക്കെ വലിയ അതായത് ഫാമിലീസിൽ ഒരുപാട് മെമ്പേഴ്സ് വരുമ്പോൾ കഴിക്കാനുള്ളൊരു സംഭവമാണ്. ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഈ അതായത് ഫാമിലി ആയിട്ട് ഒരുപാട് പേര് വന്നിരുന്ന് കഴിക്കാനായിട്ട് പറ്റിയ അടിപൊളി സ്ഥലമാണ്. തറയിൽ ഇരുന്ന് കഴിക്കുന്നൊരു സെറ്റപ്പാണ്. ചെറിയൊരു ഒരു ചെറിയൊരു ടേബിൾ പോലെ, അതായത് ഇരുന്നിട്ടാണ് നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ളത്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഒരുപാട് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. ആഹാരവും അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. തീരെ അങ്ങോട്ട് മോശമായിട്ടുള്ള ഫുഡൊന്നും അല്ലായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഒന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര പെട്ടെന്നാണ് ഹസ്ബൻഡ് പ്ലാൻ ചെയ്തത്. ശരിക്കും ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറുന്ന സമയത്താണ് എന്നോട് പറഞ്ഞത് ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ആമിക്കും വെക്കേഷനാണല്ലോ, അതുകൊണ്ട് എന്തായാലും അവളെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. സാംകോ എന്നാണ് ഇതിൻ്റെ പേര്. നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നിട്ടുണ്ടായിരുന്ന സർവീസ് ചെയ്യാനായിട്ട് നിന്നിട്ടുള്ള ആളുകളെല്ലാം ഹിന്ദിയാണ് കൂടുതലും സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടും ഒക്കെ ആയിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ആമിയും കൊണ്ട് ഹസ്ബൻഡ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകുന്നുണ്ട്. സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഉള്ളപ്പോൾ മാത്രമാണ് ഇതുപോലെ വെളിയിൽ കൊണ്ടുപോയിട്ട് അവളെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടാനായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. എന്നെ കൊണ്ട് പറ്റില്ല, നല്ല വെയിറ്റാണ് സൈക്കിൾ എടുക്കാനായിട്ട്. അപ്പോൾ അവൾക്കിപ്പോൾ വെക്കേഷൻ ആയ കാരണം കൊണ്ട് സൈക്കിൾ ഓടിക്കാനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയതാണ്.
വന്നതാണ്. അങ്ങനെ ഹസ്ബൻഡും മോളും കൂടി അവിടെ സൈക്കിളൊക്കെ ചവിട്ടുന്നുണ്ട്. ഞാനിവിടെ മേലെ ഇരുന്നിട്ട് കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കഴുകിയിട്ടിട്ട് പോയ തുണികളെല്ലാം കൂടി പറക്കിയെടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമെന്ന് പറയുന്നത് തുണി മടക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ പാത്രം കഴുകലുമാണ്. ഈ സമയത്ത് ഞാൻ അമ്മയെ ഫോൺ ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടാണ് ഇങ്ങനെ തുണികളൊക്കെ മടക്കി വയ്ക്കുന്നത്. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അമ്മയോട് സംസാരിച്ച് ഞാൻ തുണിയൊക്കെ മടക്കി വയ്ക്കുന്നതിനിടയിൽ കിച്ചൺ വഴി വന്ന് നോക്കിയപ്പോഴത്തേക്കും ആ സൈഡിലാണ് ആമി ഇങ്ങനെ ഇതുപോലെ റോഡിൽ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡും ആമിയും കൂടെ മേലേക്ക് വന്നു. പിന്നെ ഞാനും കൂടി തുണിയെല്ലാം മടക്കിയതിന് ശേഷം ടെറസിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേലേക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെ വന്നിട്ട് ഹസ്ബൻഡ് ഇവളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ മുന്നേ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞങ്ങൾ വൈകുന്നേരം ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ടെറസിലാണ് കേട്ടോ. ഒരുപാട് നേരം ഇവിടെ വന്നിരിക്കും, ആമിയെ കൊണ്ടുവന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഹസ്ബൻഡാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. എപ്പോഴും അവളുമായിട്ട് കളിക്കുകയും അവളെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നേക്കാൾ കൂടുതൽ ഹസ്ബൻഡാണ് കേട്ടോ. ഞാനും അവളോട് കൂടി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടെങ്കിലും എന്നെക്കാളും കൂടുതലും ഹസ്ബൻഡാണ് അവളുമായിട്ട് കളിക്കുന്നതൊക്കെ. അങ്ങനെ അവരവിടെ കളിക്കുന്നുണ്ട്. പിന്നെ ബാലൻസ് തുണികൾ കഴുകിയതുണ്ടായിരുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി താഴേക്ക് കൊണ്ടുപോകണം. പിന്നെ കുറച്ച് നേരം എന്തായാലും ഇവിടെ ചുമ്മാ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ അച്ഛനെ ഞാനൊന്ന് ഫോൺ ചെയ്യുന്നതാണ്. അപ്പോൾ വൈകുന്നേര സമയത്താണ് അച്ഛനോട് ഞാൻ സംസാരിക്കുന്നത്. പകൽ സമയത്തൊക്കെ കൂടുതലും അമ്മയാണ് വിളിക്കുന്നത്. എൻ്റെ ഫോണിൽ ഏറ്റവും കൂടുതൽ കോൾ വരുന്നത് നാട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ അച്ഛൻ്റേതാണ് കേട്ടോ. എൻ്റെ ഫോണിൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുകയും ചെയ്തു, കോൾ ലിസ്റ്റിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അമ്മ, അച്ഛൻ, ഹസ്ബൻഡ് ഇവർ 3 പേരുടെയും കോൾ ഹിസ്റ്ററിയാണ് എൻ്റെ ഫോണിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അവളോട് പറഞ്ഞു, നമ്മുടെയൊക്കെ ഒരു ഇതല്ലേ, മുന്നേയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് സംസാരിക്കാനൊക്കെ. ഇപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ ബിസിയായി തിരക്കായി പോയ കാരണം കൊണ്ട് നമുക്കങ്ങനെ വിളിച്ച് സംസാരിക്കാനൊന്നും ആരും തന്നെ ഇല്ല. അമ്മയോടും അച്ഛനോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തുണികളൊക്കെ എടുത്തതിന് ശേഷം താഴേക്ക് വന്നതിന് ശേഷം ഇനിയിപ്പോൾ വിളക്കൊക്കെ വെക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വിളക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ വിളക്ക് വെക്കുന്നത് 2 സൈഡിലേക്ക് കൈകൂപ്പി നിൽക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ആകെ കൂടി കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും 5 തിരിയിട്ടിട്ടാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് വിളക്ക് വയ്ക്കുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ നേരത്തെ എടുത്തതായതുകൊണ്ടാണ് 2 കൈകൂപ്പി നിൽക്കുന്ന രീതിയിൽ 2 സൈഡിലായിട്ട് ഇട്ടേക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. നമുക്ക് രാവിലെ തന്നെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ദീപാവലിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളൊരു ബൗളാണ്. ഇത് സംഭവം ഈ ഫ്ലവറൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ് കേട്ടോ. ദീപാവലിക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു സംഭവം മേടിക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചതാണ്. ഞാനത് മീഷോയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. 10 എണ്ണം വരുന്ന ഒരു വിളക്കിൻ്റെ ഒരു സെറ്റ് പോലത്തതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാം. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിയെ ഒന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്താനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവൾക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഞാൻ കൊടുക്കും. കുറച്ച് തെർമോക്കോൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവളിങ്ങനെ എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് ഈ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുന്നേ മേടിച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും കിച്ചണിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ TV യൂണിറ്റിൻ്റെ അവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുത്താൽ അവരൊന്ന് ഹാപ്പി ആവും. വെക്കേഷൻ സമയത്ത് അവരെ ഒന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്താനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ചാർട്ട് പേപ്പറൊക്കെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അതിൽ ഞാൻ അവൾക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സൂര്യ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല ഭംഗിയായിട്ട് അവൾ ചെയ്യും. അപ്പോൾ അവളാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ആമിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലേ, എന്തായാലും വെക്കേഷൻ അല്ലേ എന്ന് കരുതിയിട്ട് ഒരു 3 ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കി. ഒട്ടും പെർഫെക്ഷൻ ഇല്ലാതെയാണ് ഞാൻ ചെയ്തത്, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ സ്ഥലത്ത് ഇങ്ങനെ ഇട്ട് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ്. ഒരു സ്ട്രോ യൂസ് ചെയ്തിട്ടാണ് വെച്ചത്. ഇനി അതിൻ്റെ ലീഫിൻ്റെ ഒരു പച്ച കളറിലുള്ള ചാർട്ട് മേടിക്കണം. അത് ഞാൻ പിന്നീടാണ് കേട്ടോ വാങ്ങിയത്. പിന്നീട് ഞാനത് ഒട്ടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇനിയുള്ള വ്ളോഗിൽ കാണിക്കാം.
പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ രാവിലെ തന്നെ തേഴ്സ്ഡേ ആയതുകൊണ്ട് ക്ഷേത്രത്തിലേക്കൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മുടെ നവരാത്രി ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര വിശേഷമാണ്. എല്ലാ കോവിലുകളിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ കൂടുതലായിട്ടും കൊലുവൊക്കെ വെക്കുന്നൊരു പതിവുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊന്നും വെക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത വീടുകളിലൊക്കെ ഇതുപോലെ ബ്രാഹ്മിൻസ് കൂടുതലും താമസിക്കുന്നുണ്ട്, അവരൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ വീടുകളിൽ പോയിട്ടുള്ള കൊലുവൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കാണാറുണ്ട്. ഈ വർഷം ഞങ്ങൾ ഇതുവരെയും ക്ഷേത്രത്തിൽ പോയിട്ടില്ല. എന്തായാലും പോകണം. പോയി കാണുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ തിരിച്ച് വരുന്ന വഴിയിൽ തന്നെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കാതെയാണ് പോയത്. കാരണം ക്ഷേത്രത്തിൽ പോകുന്ന കാരണം കൊണ്ട്. അപ്പോൾ സാധനം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും സവോളയുടെ മസാല ഓട്സും മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും വീട്ടിൽ വന്നിട്ട് അതുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിച്ചു. ആമിക്ക് രാവിലെ ബ്രെഡും കൊടുത്തിട്ടാണ് ക്ഷേത്രത്തിൽ കൊണ്ടുപോയത് കേട്ടോ. നമ്മളെപ്പോലെ കുട്ടികളും കൂടി വിശന്നിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകാറില്ല. ഞാനും ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് സാമ്പാർ സാധമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി ഒരു വ്ളോഗിൽ ഞാൻ എന്തായാലും കാണിക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു സാമ്പാർ സാധമൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാനിത് യൂട്യൂബിൽ നോക്കി കണ്ട് പഠിച്ചതാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സാമ്പാർ സാധമാണെന്നൊക്കെ എനിക്ക് ഹസ്ബൻഡ് ക്രെഡിറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സാമ്പാർ സാധത്തിന് സൈഡ് ഡിഷായിട്ട് കഴിക്കേണ്ടത് പപ്പടം, അച്ചാർ, അതുപോലെ തന്നെ സലാഡ് ഉണ്ടെങ്കിൽ അതും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. സലാഡും അച്ചാറും ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ചെറിയതായിട്ട് ഇരിക്കുന്ന ഈ വടകം പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ വറുത്ത് കഴിക്കാം. ഇല്ലെങ്കിൽ പപ്പടം കൂട്ടി കഴിക്കാം. കറികളൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ റെസിപ്പി ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അന്നത്തെ ദിവസം ഇങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് കേട്ടോ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആമിക്കും ഞാൻ ചില ദിവസങ്ങളിൽ സ്കൂളുള്ളപ്പോൾ ഇത് കൊടുത്ത് വിടാറുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇതിനിടയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നതൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പതിവ് പോലെ തന്നെ ഞങ്ങളൊന്ന് ടെറസിലേക്ക് വന്നിട്ടുണ്ട്. നന്നായിട്ട് മഴക്കോള് കിടപ്പുണ്ട്. ഇന്ന് മഴ പെയ്യും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടെറസിലേക്ക് വന്നിട്ട് ആമിയെ കുറച്ച് നേരം സൈക്കിളൊക്കെ ഒന്ന് ഓടിപ്പിച്ചു. അങ്ങനെ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്നാണ് മഴ പെയ്തത് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊരു മഴ വന്നു. പിന്നെ ഞങ്ങൾ താഴേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.